നാട്ടിൽ വിട്ടുകൊണ്ടാവരുത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്. വന്യമൃഗ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള വകുപ്പുണ്ടല്ലോ, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിനകത്ത് സംരക്ഷിക്കണം. അതല്ലാതെ നാട്ടിലേക്ക് ഇറക്കി വിട്ട് അവരുടെ ഭക്ഷണവും വെള്ളവും തേടാനുള്ള അനുവാദവും കൊടുത്തുകൊണ്ടാവരുത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ബാബുവേട്ടൻ്റെ ഒപ്പമാണ്. അമ്മാനി ബാബുവേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളുടെ സുഹൃത്തായ ബാബുവേട്ടൻ ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ വേദനകളാണ്, അദ്ദേഹത്തിന്റെ വിഷമങ്ങളും വേദനകളാണ് പറയാനുള്ള. കാർഷിക മേഖലയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആനശല്യവും വന്യമൃഗശല്യവും മറ്റ് കീടബാധയും എല്ലാം കൃഷി ചെയ്യാൻ പറ്റില്ല. ഒരു കൃഷി വീട്ടിൽ കാന്താരി മുളക് പോലും നട്ട് വളർത്താൻ പറ്റില്ല ഒരവസ്ഥയാണ് എന്നാണ് വളരെ ബാബുവേട്ടൻ പറയുന്നത്. കഷ്ടപ്പാടാണ് ജീവിതം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് മുന്നോട്ടുള്ള മാർഗങ്ങളെ പറ്റി ചിന്തിക്കുക. അധികൃതർ ഇവരെയൊക്കെ സംരക്ഷിക്കുക. കർഷകരുണ്ടെങ്കിലേ നമ്മളെ നാടുള്ളൂ. നാട് നന്നാവണമെങ്കിൽ ഈ കാർഷിക മേഖലയിലെ എല്ലാ നിലനിൽപ്പും കർഷകരാണ്. കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവവും ഗുരുതരമുള്ള കാര്യങ്ങളാണ്. കാരണം പണ്ടത്തെ ഒരു 10-20 വർഷം മുന്നേ ആണെങ്കിൽ ഇവിടെ ഇഞ്ചി, നെല്ല്, വാഴ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു ഞങ്ങളത്. അത് ഇപ്പോ പഴയകാലം ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ വന്യമൃഗ ശല്യം കാരണം ഞങ്ങൾക്കിപ്പോ ഇവിടെ കൃഷി ചെയ്യാനും, കൃഷി നാമമാത്രമായ കൃഷിയായി. അതേപോലെ വാഴ, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും, തെങ്ങ് ഇതൊന്നും നട്ട് ഉണ്ടാക്കി എടുക്കാനും നട്ടുണ്ടാക്കി തിന്നാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോ ഇന്നത്തെ കാലഘട്ടം കർഷകരുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം, ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെ കാണണം എന്നാണ് കർഷകനായ എനിക്ക് സ്വന്തം നിലയിൽ എനിക്ക് പറയാനുള്ളത്. അത് ബുദ്ധിമുട്ടിച്ചാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടും ത്യാഗം സഹിച്ചാൽ ഞങ്ങളിവിടെ ഇപ്പൊ ജീവിച്ചു പോരുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ ഇപ്പൊ പുറമെ ഒന്ന് വാങ്ങി വന്നോണ്ട് ഒരു കാന്താരി മുളക് പോലും പറിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആ സിറ്റുവേഷനിൽ ഇന്ന് നാളേക്ക് ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം സർക്കാരിന്റെ തലത്തിൽ കാണണം, കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നിരന്തരം ആനശല്യം, വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട്. ആന ഇറങ്ങാറുണ്ട്, പന്നി ഇറങ്ങാറുണ്ട്, അതേപോലെ മയില്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് മയില് വരെ വന്നു കൂടി. അതാ പറയുന്നത്, കാന്താരി പോലും പറിച്ച് ചമ്മന്തി അരച്ചു കൂട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക്. ചക്കയൊന്നും വെക്കാറില്ല. വെച്ചാൽ തോട്ടത്തിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. കാപ്പിയോ മുളകോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ചവിട്ടി കുരങ്ങന്മാരും പന്നികളും എല്ലാം കൂടി എന്ത് ചെയ്യും? ഇങ്ങനെ പോയിക്കാൻ ജീവിക്കേണ്ട അവസരം. പറഞ്ഞാൽ പണ്ടത്തെ ഒരു ജീവിത രീതിയാണോ ഇപ്പോഴത്തെ ജീവിതമാണോ നല്ലത്? ജീവിതം കൊണ്ട് നമുക്ക് പണ്ടത്തെ മാനസികമായിട്ടുള്ള തൃപ്തി പണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആനശല്യോ, പന്നിശല്യോ, കുരങ്ങശല്യോ ഒന്നുമില്ല. അപ്പം ജീവിതം സുഖമായിട്ടൊരു ജീവിതമായിരുന്നു, സന്തോഷകരമായിട്ടൊരു ജീവിതമായിരുന്നു. ഇന്ന് അതിനു പകരം കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടും ആകെ താറുമാറായി, ജീവിതം താറുമാറായി. എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി അടഞ്ഞ അവസ്ഥയിലാണുള്ളത്. അതാണ് സ്ഥിതി. വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യും? കാർഷിക വിളകളുടെ വില തകർച്ചയും കാർഷിക വിളകൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. വയനാട്ടിൽ ഇപ്രാവശ്യം എവിടെയും ഇഞ്ചി എന്ന് പറഞ്ഞ സാധനം പറിക്കാനുണ്ടാവില്ല. അതാണ് അവസ്ഥ. അങ്ങനെയാണ്. അതേപോലെ തന്നെ ഏത് ഇതിലാണെങ്കിലും, നെല്ലിനാണെങ്കിലും കേട്, അത് പിന്നെ മുളകാണെങ്കിലില്ല, കാപ്പിയാണെങ്കിൽ കുറവ്. ഇപ്പൊ വില ഉള്ളതെന്ന് പറഞ്ഞാൽ കാപ്പിക്ക് മാത്രം ഒരു പിന്നെ നിശ്ചിതൊരു വില കിട്ടുന്നുണ്ട് എന്നല്ലാതെ കണ്ടിട്ട് ബാക്കി എല്ലാ സാധനത്തിനും വിലയും ഇല്ല, സാധനവും ഇല്ല. കാർഷിക മേഖല, ഇന്ത്യ രാജ്യം തന്നെ കാർഷിക രാഷ്ട്രമാണ്. എന്നിട്ട് തന്നെ ഇവിടെ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥിതി. അങ്ങനെയാണ് കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ എന്തൊക്കെ നല്ല ഒരു കാർഷിക മേഖല ഇപ്പൊ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഈ സർക്കാർ മേഖലയിൽ എന്തൊക്കെ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ? കാർഷിക മേഖലയില് ഇപ്പോ പറഞ്ഞാല് സർക്കാരിന്റെ സബ്സിഡിയോ ഈ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ആനുകൂല്യങ്ങളോ കിട്ടിയത് കൊണ്ടൊന്നും ഇവിടെ കർഷകൻ രക്ഷപ്പെടില്ല. കർഷകർക്ക് എന്റെ അഭിപ്രായം, ഞാനിപ്പോ ഇന്നൊരു കളക്ടർക്ക് ഇന്നൊരു പരാതി കൊടുത്തിട്ട് വന്നതാണ്.
അത് വെച്ചാൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊരു പരാതി മുമ്പ് കൊടുത്തതാണ്. അത് തീരുമാനമാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും പോയി കളക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. ആ വിധത്തിൽ കർഷകർക്ക് പണം കിട്ടുമെങ്കിൽ മാത്രമേ ഇവിടെ കർഷകൻ രക്ഷപ്പെടുകയുള്ളൂ, കാർഷിക മേഖല രക്ഷപ്പെടുകയുള്ളൂ. കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം അല്ലെങ്കിൽ ആ കൃഷി ചെയ്യുന്ന സ്ഥലം സംരക്ഷിക്കപ്പെടണം ശരിക്കും പറഞ്ഞാൽ. അതെ, ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല അത് സംരക്ഷിക്കാതെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നാട്ടിൽ വിട്ടുകൊണ്ടാവരുത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്. വന്യമൃഗ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള വകുപ്പുണ്ടല്ലോ, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അതിനകത്ത് സംരക്ഷിക്കണം. അതല്ലാതെ നാട്ടിലേക്ക് ഇറക്കി വിട്ട് അവരുടെ ഭക്ഷണവും വെള്ളവും തേടാനുള്ള അനുവാദവും കൊടുത്തുകൊണ്ടാവരുത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്. അവർക്ക് കാട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അതിൽ ഭക്ഷണങ്ങൾ ഒരുക്കണം, വെള്ളം ഒരുക്കണം. അങ്ങനെയാണ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്. മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ഒരുക്കണം. അല്ലാതെ കണ്ട് നാട്ടിലിറങ്ങാതെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ കാർഷിക മേഖല ഇവിടെ രക്ഷപ്പെടുള്ളൂ. ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ എങ്കിൽ മാത്രമേ കാർഷിക വിളകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കണ്ട് നടക്കില്ല. ഒരു ഉദാഹരണത്തിന് നമ്മളെ ഈ GS അതായത് ഗന്ധകശാല അരിക്കൊക്കെ 230 രൂപയ്ക്ക് കിലോയ്ക്ക് വില വരുന്നത്. അതെ, അതൊക്കെ ഈ ഉത്പാദനം കുറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടും വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ ഈ ഒരു ഗണ്യമായ ഉത്പാദന കുറവുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ ഒരു 40-50 തെങ്ങിന്റെ അടുത്തുണ്ടായിരുന്നതാ. ഇപ്പൊ ഒന്ന് ചമ്മന്തി അരയ്ക്കാൻ പോലും ഒരു തെങ്ങ് നിലവിലില്ല. പുറമേ കടയിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് തേങ്ങ വാങ്ങിക്കൊണ്ടെന്ന് വേണം ഒരു ചമ്മന്തി അരച്ചു കൂട്ടണമെങ്കിൽ. ആ അവസ്ഥയിലാണ്. അതായത് തെങ്ങ് വെക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തെങ്ങ് കുറച്ചൊന്ന് അതെ, വരുമ്പോഴത്തേന് ആന ശരിയാക്കും. ആന വലിച്ചു അത് തിന്ന് കളയും. അതുകൊണ്ട് അത് നടാനും പറ്റില്ല, അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇന്നത്തെ അവസ്ഥയും. എന്ത് ചെയ്യും? കഷ്ടപ്പാടിന്റെ മുകളിൽ കഷ്ടപ്പാടാണ്. അതാണ് ദുരിതമാണ്. അതാണ് സ്ഥിതി. എന്താണ് ചെയ്യുക? അതുപോലെ തന്നെ ഈ കടുവാശല്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഈ ക്ഷീരമേഖല വളരെ ക്ഷീണത്തിലാണ്. ഇപ്പം ക്ഷീരമേഖല പശുക്കളെ വളർത്താൻ പറ്റാത്ത ഒരവസ്ഥ, ഈ കടുവ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പശുക്കളെ വളർത്താൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെയാണ് നിലവിലുള്ളത്. കാരണം വെച്ചാൽ ഏത് സമയത്താണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പേടിച്ചാണ് കർഷകർ പലപ്പോഴും തൊഴുത്തിന്റെ ചുറ്റിനും വേലി കെട്ടിയിട്ടും ഫെൻസിങ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് കർഷകർ ഒരു പരിധിവരെ കറവമാടുകളെ സംരക്ഷിച്ചു വരുന്നത്. ഇത് ഇനി മുന്നോട്ട് പോകുന്തോറും ശല്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ശരിക്കും ക്ഷീരകർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷീരകർഷകർ എന്നല്ല, എല്ലാ മേഖലയിലും ഒരു നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കർഷകരെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാവരും കണ്ട് ഇത് അധികൃതര് ഇതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ഇറങ്ങാതെ സംരക്ഷിക്കാനും അതേപോലെ കർഷകരെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ട ഒരു നടപടി എല്ലാ വശത്തു നിന്നും ഉണ്ടാവണമെന്ന് നമ്മൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ബാബുവേട്ടന്റെ ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ വിഷമങ്ങൾ പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. ഇനിയൊരു സാകാം ഓക്കെ ഗൈസ്. അപ്പൊ ബാബുവേട്ടൻ നമ്മളോട് ഇവിടെ പറയുകയാണെങ്കിൽ ബാബുവേട്ടൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഞങ്ങളോട് പറയുന്നതാണ് പറഞ്ഞത്. ഇനി പറയും അടുത്തൊരു ഇതിൽ പറയാം. ഓക്കെ, ശരി.